നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടനും മിമിക്രി കലാകാരനുമായ ഉല്ലാസ് പന്തളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നതോടെ ആരാധകർ ഒന്നടങ്കം വളരെയധികം വേദനയിലാണ്. ആ ഉദ്ഘാടന ചടങ്ങിന് അദ്ദേഹം എത്തിയപ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ എപ്രകാരമാണ് എന്ന കാര്യം ഏവരും അറിയുന്നത്. സ്റ്റാർ മാജിക് താരം ലക്ഷ്മി നക്ഷത്ര ഉല്ലാസിനെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചു. ആ പരിപാടിയുടെ വീഡിയോയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വ്യക്തമായത്. കൈകാലുകൾക്ക് സ്വാധീനക്കുറവുള്ളതിനാൽ സ്റ്റിക്ക് ഉപയോഗിച്ച് വളരെ ബുദ്ധിമുട്ടായാണ് അദ്ദേഹം നടന്നിരുന്നത്. തനിക്ക് സ്ട്രോക്ക് ആയിരുന്നുവെന്നും ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ചടങ്ങിൽ താരം തന്നെ വിശദീകരിച്ചു. തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്നും ഉല്ലാസ് പന്തളം വിശദീകരിക്കുകയുണ്ടായി. ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനായ കലാകാരനാണ് ഉല്ലാസ് പന്തളം. അദ്ദേഹത്തിന്റെ ഡാൻസ്, അതൊരു കോമഡി ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അത് പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ ഇഷ്ടമാണ്. അപ്പോൾ വളരെ അത്തരത്തിൽ പ്രേക്ഷകർ ഒന്നടങ്കം കുടുകുടെ ചിരിപ്പിച്ച ഒരു കലാകാരനാണ് അദ്ദേഹം. ഇപ്പോൾ പ്രേക്ഷകരെ കരയിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. കൗണ്ടറുകളും പ്രത്യേക ശരീരഭാഷയും അവതരണത്തിലെ തമാശകളിലൂടെയും അദ്ദേഹം ഏറെ ശ്രദ്ധേയനായിരുന്നു. ഉല്ലാസ് പന്തളത്തിൻ്റെതായി പുറത്തുവന്ന വീഡിയോയിൽ ഇടത് കൈക്കുള്ള സ്വാധീനക്കുറവും സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുന്നതും ആരാധകരെ വലിയ രീതിയിലാണ് ആശങ്കയിലാഴ്ത്തിയത്. അതേസമയം പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വന്നിട്ട് തങ്ങൾക്ക് പതിവ് ഡാൻസ് കളിക്കണമെന്ന ആഗ്രഹം അവതാരകയായ ലക്ഷ്മി നക്ഷത്ര പങ്കുവയ്ക്കുകയും ചെയ്തു. ചടങ്ങ് കഴിഞ്ഞ് കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ ഉല്ലാസ് വളരെയധികം വികാരഭരിതനാകുന്നതും ചിരിച്ചുകൊണ്ടു പോകുമെന്ന് ലക്ഷ്മി കണ്ണീരോടെ പറയുന്നതും വീഡിയോയിൽ കാണാവുന്നതാണ്. കോമഡി ഷോയിലൂടെ വൻ ആരാധകരെ സൃഷ്ടിച്ച വ്യക്തിയാണ് അദ്ദേഹം. സിനിമയിലും ഇടക്കാലത്ത് അദ്ദേഹം സജീവമായിരുന്നു. സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുവല്ലയിൽ എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് പ്രേക്ഷകർ പോലും അറിയുന്നത്. ഞെട്ടിക്കുന്ന രോഗാവസ്ഥയെ മറച്ചുവെക്കാതെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെ താരം പൊതുവേദിയിൽ എത്തുകയായിരുന്നു. സ്ട്രോക്ക് വന്നതിൽ പിന്നെയാണ് നടന് ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രകടമായത്. ബലക്ഷയം ഉണ്ടായതിനാൽ നടക്കാൻ പരസഹായം വേണമെന്ന അവസ്ഥ. ശബ്ദമുയർത്തി വ്യക്തതയോടെ സംസാരിക്കാനും കഴിയുന്നില്ല. വാക്കിംഗ് സ്റ്റിക്കിലൂന്നിയാണ് താരം നിന്നത്. പരിപാടി കഴിഞ്ഞ് പോകാനിറങ്ങിയതും ഉല്ലാസ് പന്തളത്തിന് കണ്ണുകൾ നിറഞ്ഞപ്പോൾ വളരെയധികം വേദനയാണ് ചുറ്റും നിന്നവർക്കും ഉണ്ടായത്. കുട്ടിക്കാലം മുതൽ കലയോട് തൽപരനായ ഉല്ലാസ് പന്തളം നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പന്തളം ബാലിന്റെ തിരുവനന്തപുരത്തുള്ള ഹാസി എന്ന ട്രൂപ്പിൽ ചേർന്ന ഉല്ലാസ് അവിടെ നിന്ന് പ്രൊഫഷണൽ മിമിക്രിയിലേക്ക് എത്തുകയായിരുന്നു. പിന്നാലെ ഒട്ടനവധി ഷോകളിൽ ഭാഗമായി സിനിമയിലും എത്തി. വിശുദ്ധ പുസ്തകം, കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ കുട്ടനാടൻ മാർപ്പാപ്പ, നാം, ചിന്നദാദ തുടങ്ങിയ സിനിമകളിൽ ഉല്ലാസ് അഭിനയിച്ചിട്ടുണ്ട്. അതേസമയം ഈ ഒരു അവസരത്തിലും പറയാതിരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ പ്രചരിക്കുന്നു. അവിടെ ഒരു ഇടമുണ്ട്. അതായത് എല്ലാവർക്കും, ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു ഇടം, കമൻറ്റ് ബോക്സ്. ആ കമൻറ്റ് ബോക്സിൽ പലപ്പോഴും പല സെലിബ്രിറ്റികളും വലിയ രൂക്ഷമായ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. അതായത് ഒരു ഫോണിൻ്റെ മറവിലിരുന്നു കൊണ്ട് ആരെയും കുറിച്ച് എന്തും പറയാമെന്നൊരവസ്ഥ, എന്തും പറയാമെന്നുള്ളൊരു ധൈര്യം. പലരും അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ മറ്റു പലരും അത് ആ ഒരു കമൻറ്റുകളെ വെറുതെ ഗൗനിക്കാതെ പോകാറുണ്ട്. ഇത് പലർക്കും ഒരു മുതൽക്കൂട്ടായി മാറുന്നുണ്ട്. ഒരു ഫോൺ എടുത്ത് കയ്യിൽ വെച്ചിട്ട് കൺമുന്നിൽ കാണുന്ന വീഡിയോയ്ക്ക് അല്ലെങ്കിൽ കൺമുന്നിൽ കാണുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്ന അവസ്ഥയാണ് കമൻറ്റ് ബോക്സുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഉല്ലാസ് പന്തളത്തിൻ്റെ വീഡിയോകൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചപ്പോൾ ആ കമൻറ്റ് ബോക്സുകളിൽ ചിലർ കുറിച്ചത് ഇത് കർമ്മ എന്നാണ്. കർമ്മയുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് വന്നത് എന്നാണ്. മനസാക്ഷി കുത്ത് യാതൊന്നുമില്ലാതെ എന്തും വിളിച്ച് പറയാമെന്ന ലൈസൻസ് മുതലാക്കി കമന്റ് ബോക്സുകളിൽ ഉല്ലാസ് പന്തളത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം കർമ്മയാണെന്ന് പറയുന്ന ഒരുപാട് കമന്റുകൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിന് കർമ്മ എന്നൊരു അങ്ങനെ പറയുന്നു എന്നൊരു ചോദ്യം വരും. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്ത സംഭവമൊക്കെ ഒരു കാലത്ത് വാർത്തയായതാണ്. അത് എന്താണ് അതിന്റെ കാരണം എന്നതൊന്നും അറിയില്ല. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ അവസ്ഥയും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് ചിലർ ഇത് കർമ്മ എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ മറ്റു ചിലർ ഈ കർമ്മ എന്ന് വിശേഷിപ്പിച്ച കമന്റുകളെയൊക്കെ വിമർശിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതം അറിയാതെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാതെ ഇത്തരത്തിൽ കർമ്മ എന്നൊന്നും പറയാനുള്ള അവകാശം നമുക്കില്ല, നാളെ നമുക്ക് എന്ത് അവസ്ഥ വരുമെന്ന് നമുക്ക് പറയാനാകില്ല എന്നതടക്കമുള്ള മറുപടി കമന്റുകളും വരുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥയിൽ കർമ്മ എന്ന് കമന്റ് ഇടാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ്, അല്ലെങ്കിൽ ആ മനസ്സിന്റെ ഒരു കാഠിന്യം, അത് എത്രത്തോളമാണ് എന്നതുകൂടി ഈ അവസരത്തിൽ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ ശാരീരിക ബുദ്ധിമുട്ട് അത് ആർക്ക് വേണോ എപ്പോൾ വേണമെങ്കിലും ഒരു രോഗാവസ്ഥയിലേക്ക് ഒരു വ്യക്തി കടക്കാനുള്ള സാഹചര്യമുണ്ട്. അത് കർമ്മയാണ് അല്ലെങ്കിൽ മുൻകാലം ചെയ്തതിന്റെ പരിണിത ഫലമാണ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ എങ്ങനെ മനുഷ്യർക്ക് സാധിക്കുന്നു എന്ന ചോദ്യവും കൂടി ഇവിടെ ഉയരുന്നുണ്ട്.
എന്തായാലും ഈ കമന്റുകളും കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട്. അതേസമയം ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഉല്ലാസ് പന്തളത്തിന് കരുതലായി ജ്വല്ലറി ഉടമ രംഗത്ത് വന്നു. തീർച്ചയായിട്ടും കർമ്മ എന്ന കമന്റുകൾ കൊണ്ട് ആ വ്യക്തിയെ ഇത്തരത്തിൽ നെഗറ്റീവ് ആക്കുമ്പോൾ മറ്റൊരു വശത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന് താങ്ങായിട്ട് കുറച്ചുപേർ കൂടി വരുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. 1 ലക്ഷം രൂപയാണ് ജ്വല്ലറി ഉടമ ഉല്ലാസ് പന്തളത്തിന് സഹായധനമായി നൽകിയത്. മസ്തിഷ്കാഘാതം മൂലം ഒരു വശം ഭാഗികമായി തളർച്ച നേരിടുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ. ജ്വല്ലറിയിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ മുഖ്യ അതിഥിയായിട്ടാണ് അദ്ദേഹം പങ്കെടുക്കാൻ വന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വിവരമൊക്കെ പുറത്തു വന്നതോടെ സഹായ മനസ്സുകളൊക്കെ സഹായ ഹസ്തങ്ങളൊക്കെ അദ്ദേഹത്തിന് നേർക്ക് നീളുന്നുണ്ട്. താരത്തിന്റെ ഭാര്യയും മക്കളും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ലക്ഷ്മി നക്ഷത്രയുടെ ഇടപെടലാണ് ഉല്ലാസ് പന്തളത്തെ ഒരു പൊതുവേദിയിൽ എത്തിച്ചത്. ജ്വല്ലറിയുടെ ചടങ്ങിൽ ലക്ഷ്മിക്കൊപ്പം ഉല്ലാസ് പന്തളം ഒരു ഗാനം ആലപിക്കുകയും ചെയ്തു. തങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയൊരു സംഭാവന എന്ന് പറഞ്ഞാണ് 1 ലക്ഷം രൂപയുടെ ചെക്ക് ഉല്ലാസിന് കൈമാറിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തുക വലിയൊരു തുക തന്നെയാണെന്ന് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ മിമിക്രി ആർട്ടിസ്റ്റും നടനുമായ ഉല്ലാസ് പന്തളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കൂട്ടർ വിഷമിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ വേറൊരു കൂട്ടർ അദ്ദേഹത്തിന്റെ സഹായഹസ്തവുമായി വരുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അടുത്തിടെയായിരുന്നു ഉല്ലാസ് പന്തളം രണ്ടാമത് വിവാഹിതനായത്. ആദ്യ ഭാര്യയുടെ മരണശേഷം അഭിഭാഷകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ദിവ്യയാണ് ലളിതമായ ചടങ്ങിൽ ഉല്ലാസ് വിവാഹം ചെയ്തത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ഈ വാർത്ത ആരാധകർ അറിയുന്നത്. എന്നാൽ ആദ്യ ഭാര്യയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ വിവാഹിതനായതിന്റെ പേരിൽ ഉല്ലാസിന് ഒട്ടനവധി ആരോപണങ്ങളും പഴികളും കേൾക്കേണ്ടി വന്നിരുന്നു.